മമ്മൂക്ക പ്ലീസ്. പ്രിയപ്പെട്ടവര്, ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന ഉത്സവമാണ്. എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു. മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ. അല്ല, അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാവാണെന്നുള്ളതാണ്. പക്ഷേ അത് കാഴ്ചയിലേ ഉള്ളൂ കേട്ടോ. വയസ്സ് 90 ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. മമ്മൂട്ടി എന്തുടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരികയെന്ന്. അപ്പം ഞാൻ ഏതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റുമൊക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ, നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു, ഒരു മുണ്ടും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഒന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി വാങ്ങുന്നുണ്ട്. മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളെ നിർത്തി മഴ കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാലും ഇതൊരു സ്കൂൾ, ഞാൻ പഠിച്ച കാലത്ത് സ്കൂളല്ലേ, എനിക്ക് 10ാം ക്ലാസ് വരെ സ്കൂളുണ്ട്, 12ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. അപ്പൊ എന്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്നവർ. ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇപ്പോൾ നടന്നത്. അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു, ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു. കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങൾ ബാധിക്കില്ല. അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവർ ഉറപ്പുവരുത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നു. നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു ഒരുക്കി വളർത്തി ഒരുക്കിയെടുക്കാൻ വീണ്ടും കലാകാരങ്ങളായി കഴിക്കുന്നു. അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെ ഒരു യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ആളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ. ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപാട് മത്സരങ്ങൾ. ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ്. ഇവിടെ ക്ഷേത്രകലകളുണ്ട്, മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്, കൈകൊട്ട് മത്സരമുണ്ട്, അങ്ങനെയുള്ള എല്ലാ തരത്തിലും കേരളത്തിലെ എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരി സമ്മേളനം, കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള ഈ ഫെസ്റ്റിവലിൽ കുട്ടികളെ ചെറുപ്പത്തിൽ അവരുടെ മനസ്സിലേക്ക് ഒരു സിഗരറ്റ് വീട്ടിന്റെ വാഹനത്തിൽ കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എന്റെ അവസാനം. അതുപോലെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചുകൊണ്ടെങ്കിൽ ആ സിഗരറ്റ് വലിച്ച് ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ തോന്നാവുന്ന ആളുകളുണ്ടാകാം. അതൊന്നും വിദ്യാർത്ഥികളായിട്ട് ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കൊല്ലത്ത് ഇത്രയൊരു വലിയ പരിപാടി
മത്സ്യസമ്പത്തിനെ പറ്റി പറയുന്നത്. ഇത്രയും നല്ല ഹോട്ടലിലെ ഏറ്റവും നല്ല നല്ല മനുഷ്യൻ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകും.